വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മരണം എന്ന വാക്ക് കേൾക്കുന്നത് പലർക്കും ഭയമാണ്. ഫ്രാൻസ് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി പുറപ്പെടുവിച്ച ഒരു കൽപ്പനയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. തൻ്റെ രാജ്യത്ത് ഒരു മനുഷ്യനും മരണമെന്ന വാക്ക് ഉച്ചരിച്ചു പോകരുത് എന്നായിരുന്നു ആ കൽപ്പന. മരണത്തോടുള്ള ചക്രവർത്തിയുടെ ഭയമായിരുന്നു ഈ വിധത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുവാൻ കാരണമായത്. മരണത്തിന് പൗലോസ് നൽകിയിരിക്കുന്ന നിർവചനം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്ന അനുഭവം എന്ന ഫിലിപ്പിയർ 1:23. ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. 2 കൊരിന്ത്യർ 5:8. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ മരണത്തെ ഭയക്കുന്നു? ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണശേഷമുള്ള ജീവിതം എന്തെന്ന് ഒരു നിശ്ചയവുമില്ല. അവർക്ക് മരണം നിത്യമായ വേർപാടാണ്. അവർക്ക് മരണം ഭയാനകമായ ഒരു അന്ത്യമാണ്. അതവരെ ഭയപ്പെടുത്തുന്നു. ഈ ലോക ജീവിതത്തെക്കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരുന്ന പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫിലിപ്പിയർ 1:21. ടു ലീവ് ഈസ് ക്രൈസ്റ്റ്, ടു ഡൈ ഈസ് ഗെയിൻ. പൗലോസിന് ജീവിതത്തിൻ്റെ ആകെത്തുക ക്രിസ്തുവായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞത്. മരണശേഷം ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ വളരെയാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട മരിക്കുന്നത് ലാഭം എന്ന് പൗലോസ് പറഞ്ഞത്. മരണത്താൽ കർത്താവിനോട് കൂടെയുള്ള കൂട്ടായ്മയ്ക്ക് ഭംഗം വരുന്നില്ല. ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെയാ, മരിക്കുമ്പോഴും ക്രിസ്തുവിനോട് കൂടെയാ. അവിടെ പാപത്തിൻ്റെ ശാപമോ കറയോ ഒന്നും ഉണ്ടായിരിക്കില്ല. പാപം ചെയ്യുവാനുള്ള പരീക്ഷയും ഉണ്ടാകില്ല. ജഡത്തിൻ്റെ ബലഹീനതകളെ വെടിഞ്ഞ് ആത്മശക്തിയുള്ളവരായി നിർമ്മല ഹൃദയത്തോടെ കർത്താവിൽ സന്തോഷിച്ച് അവനെ ആരാധിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ് അവിടെ ലഭിക്കുന്നത്. അതാണ് നമ്മളുടെ ഭാഗ്യം. ശരീരത്തിൽ ജീവിക്കുന്നത് ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിന് ആവശ്യമാണെന്നുള്ള ബോധം പൗലോസിന് ഉണ്ടായിരുന്നു. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന തൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് വേണ്ടി ഫലകരമായി പ്രവർത്തിക്കുവാൻ കഴിയും എന്നതിനാൽ ജീവിക്കുന്നത് ലാഭമാണ്. മറ്റുള്ളവരുടെ പ്രയോജനമെന്ന് കരുതി ജീവിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചു. എന്നാൽ മരണശേഷം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയാകയാൽ മരിക്കുന്നത് ലാഭമായി പൗലോസ് കണ്ടു. ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വെളിപ്പാട് 14:13 പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുകയും പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യുന്നു. മരണം നമുക്ക് ലാഭമാകുന്നത് മരണശേഷം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് ഏറെ ഉത്തമം. ഫിലിപ്പിയർ 1:23. മരണാനന്തരം ഉണ്ടാകുന്ന 3 അനുഭവങ്ങൾ ആണ് മരണത്തെ ലാഭമാക്കുന്നത്. 1. ക്രിസ്തുവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് വരുന്നു. അതായത് മരണത്തോടെ നാം ക്രിസ്തുവിലായിത്തീരുന്നു. കൊലോസ്യർ 3:3 പറയുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറയപ്പെടുന്നു. 2. മരണാനന്തരം സകല വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മയിലേക്ക് വരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ട എല്ലാവരുമായുള്ള സംഗമം. എബ്രായർ 12:23-24 വാക്യങ്ങൾ ഇപ്രകാരമാണ്: സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കിലേക്ക് നാം ചെന്ന് ചേരുന്നത്. 3. കർത്താവ് നമുക്കായി ഒരുക്കിയ നിത്യഭവനത്തിൽ എത്തിച്ചേരുന്നു. സ്വർഗാരോഹണത്തിന് മുൻപ് കർത്താവ് നൽകിയ വാഗ്ദത്തം
ആണ് നിത്യഭവനം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. യോഹന്നാൻ 14:3. ശാശ്വത ഭവനത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പാടുന്ന പാട്ടാണ് 1 കൊരിന്ത്യർ 15:55. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമൽ എവിടെ? ഓ ഗ്രേവ്, വെയർ ഈസ് യുവർ വിക്ടറി? ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ? മരിച്ചടക്കപ്പെട്ടവർ പാടും, പാതാളത്തിന് ഞങ്ങളെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. ഓ ഡെത്ത്, വെയർ ഈസ് യുവർ സ്റ്റിങ്? ജീവിച്ചിരിക്കുന്നവർ പാടും, മരണത്തിൻ്റെ വിഷമുള്ളി ഞങ്ങളുടെ മേൽ പ്രയോഗിക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ മരിച്ചവരും ഉയർത്തെഴുന്നേറ്റവരും ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരുന്ന് രൂപാന്തരപ്പെട്ടവരും ഒരുമിച്ച് കർത്താവിനോട് കൂടെ ആകുന്ന അനുഭവം, അതെ, മരണവും ജീവനും ലാഭം തന്നെയാണ്. കർത്താവെ, മരണത്തെ ലാഭമായി കാണുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.